നമസ്കാരം. ഡോക്ടർ റോബിൻ്റെ ഒരു വീഡിയോ കുറച്ച് മുന്നേ ഞാൻ റിയാക്ട് ചെയ്തിരുന്നത്. റോബിൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുള്ളൊരു വീഡിയോ. ഓക്കെ, അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളൊരു വളരെ നമുക്ക് ആ വീഡിയോ കണ്ടപ്പോൾ റോബിൻ ആ പറഞ്ഞ സംഗതിയിൽ തന്നെ അവിടുന്ന് വന്നിട്ടുള്ള സ്പോണ്ടേനിയസ് റിയാക്ഷൻ ഉണ്ട്. അതായത് റോബിൻ ചോദിച്ചത് എന്താ വെച്ചാൽ, അന്ന് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്കും തോന്നിയില്ല, ഇന്ന് അഖിൽ പറഞ്ഞ സമയത്ത് എല്ലാവരും എടുത്ത് പറഞ്ഞു എന്നുള്ളൊരു സംഭവം. ശരിക്കും നമ്മൾ ആ പറഞ്ഞ അതേ സംഭവം തന്നെ ഞാൻ ആ സമയത്ത് കണ്ടിരുന്നില്ല. അത് കഴിഞ്ഞപ്പോഴാണ് കണ്ട് അഖിലിൻ്റെ ലൈവ് ഉണ്ടായിരുന്നു ഇൻസ്റ്റയിൽ. അഖിൽ അതിൽ റോബിൻ്റെ റിലേറ്റഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ റോബിൻ ഈ പറഞ്ഞ റിപ്ലൈക്ക് നമ്മൾ പറഞ്ഞ വീഡിയോ ജസ്റ്റ് മുന്നത്തെ വീഡിയോ കണ്ടാൽ അറിയാം, ഞാൻ റോബിനല്ല പറഞ്ഞത്. റോബിന് നമുക്കിഷ്ടമാണ്, പക്ഷേ റോബിൻ അറിഞ്ഞോ അറിയാതെ തന്നെ നമ്മൾ വിശ്വസിക്കുന്നു. ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വളരെ കുറച്ച് വളരെ ടോക്സിക് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്. ആ ആൾക്കാർ കാരണമാണ് റോബിൻ ഈ സിറ്റുവേഷൻ വന്നിട്ടുള്ളത്. ഇന്ന് റോബിൻ അനുഭവിക്കുന്നു, റോബിൻ ഇന്ന് എക്സ്പ്ലനേഷൻ ഇടേണ്ട സിറ്റുവേഷൻ വരെ വന്നിട്ടുള്ളത് ആ ടീം കാരണമാണ്. ഇതാണ് ഞാൻ തുടക്കം തൊട്ടേ പറഞ്ഞുകൊണ്ടിരുന്നത്. റോബിൻ ഈ വീഡിയോ കാണുമെന്നുള്ള അറിയില്ല. ഞാൻ തുടക്കം തൊട്ട് എൻ്റെ ചാനലിൽ ഡോക്ടർ റോബിൻ റിലേറ്റഡ് ആയിട്ട് നമ്മൾ ഈ പ്രശ്നം തുടങ്ങിയപ്പോൾ പറഞ്ഞത് എല്ലാം എയിം ചെയ്തത് അവരെയാണ്. കാരണം അവരാണ് വീണ്ടും വന്നിട്ട് ഈ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. അവർ ഈ കുറച്ച് ആൾക്കാരുണ്ട്, എല്ലാവരും ഞാൻ പറയുന്നില്ല കേട്ടോ, ഒരിക്കലും ഇല്ല. നിങ്ങൾ മനോവിഷമം കാരണം നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആളെ പറയുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും വിഷമം വന്നിട്ട് കമൻറ്റ് ചെയ്യുന്നവരെ നമ്മൾ പറയുന്നേ ഇല്ല കേട്ടോ. നമുക്കത് ഒരിക്കലും ഇല്ല, തെറ്റിദ്ധരിക്കരുത് കേട്ടോ. ഇപ്പോഴും അതെ, ഇപ്പോൾ എൻ്റെ റോബിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, നമ്മൾ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ഇപ്പോൾ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് എൻ്റെ കൂടുതൽ കമൻറ്റ് ചെയ്യുന്നതിന് പഴയ ആൾക്കാരൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാം കേട്ടോ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. നമ്മുടെ ഒരു ഭാഗമാണ്. അതായത് നമ്മളെ ആ ഒരു ഇതിൽ ഈ രീതിയിൽ ചിന്തിക്കുന്ന സമയത്തും അപ്പോഴും റോബിനെ നശിപ്പിക്കുന്ന കുറച്ച് ആൾക്കാർ, അവരോട് റോബിൻ പറയാത്തതുകൊണ്ട് ആ ഒരു സംഗതിയാണ് അഖിൽ പറഞ്ഞിട്ടുള്ളത്. ഞാൻ പെട്ടെന്ന് ആ ഒരു വീഡിയോയ്ക്ക് അടക്കാം. 2-3 കാര്യങ്ങളാണ് അഖിൽ ഈ ഒരു കാര്യത്തിൽ പറഞ്ഞത്. ഒന്ന് റോബിൻ്റെ വിഷയം, രണ്ടാമത് അഖിൽ ഇന്നലെ പറഞ്ഞിട്ടുള്ള കാര്യം, തേർഡ് വൺ അഭിഷേക് ശ്രീകുമാർ. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്തത്. അഖിലിൻ്റെ ലൈവ് ഉണ്ട്, ചെറിയ പോർഷൻ മാത്രമേ ഉള്ളൂ. അടുക്കായതുകൊണ്ട് ഒരു പക്ഷേ ചിലപ്പോൾ 21 മിനിറ്റിൻ്റെ ലൈവ്, അഖിലിൻ്റെ ലൈവ് എത്ര പേര് കണ്ടു എന്നറിയില്ല. നമ്മൾ ആ ഒരു റിലവൻറ്റ് പോർഷൻ മാത്രം എടുത്തിട്ട് റിയാക്ട് ചെയ്യണം കേട്ടോ. റോബിൻ രാധാകൃഷ്ണൻ പറഞ്ഞ കാര്യങ്ങളും ഞാൻ പറഞ്ഞ കാര്യങ്ങളും ആടും ആനയും തമ്മിലുള്ള വ്യത്യാസമുണ്ട് എന്ന്. പിന്നെ ഞാൻ ഈ റോബിൻ്റെ ഫാൻസിനോട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ കമൻറ്റ് സെക്ഷനിൽ വന്ന്, ഇനി റോബിനാണ് ഇത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ദുബായിൽ വെച്ചിട്ട് റോബിൻ എന്നോട് എന്താണ് പേഴ്സണലി ഒന്ന് സംസാരിച്ചതെന്നും റോബിൻ്റെ അവസ്ഥ എന്താണെന്നും റോബിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്താണെന്നും വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാളാണ് ഞാനെന്ന് അറ്റ്ലീസ്റ്റ് റോബിനെങ്കിലും അറിഞ്ഞിരിക്കുക. അതുകൊണ്ട് ഈ ഊള ഫാൻസുകളോട് പറയണം, ഈ അനാവശ്യ കമൻറ്റുകളുമായിട്ട് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കാനോ താരതമ്യം ചെയ്ത് സംസാരിക്കാനോ നിൽക്കരുത്. നിപന്മാരോടൊക്കെ പറയണം, കൃത്യമായിട്ട് പറഞ്ഞേക്കുക. അതല്ല മുന്നോട്ട് ഇതൊന്നും റോബിൻ അറിയത്തില്ല. റോബിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറേ എണ്ണം ചെയ്യുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ എനിക്ക് റോബിനോട് സ്നേഹം മാത്രമേ എല്ലാ കാലത്തും ഉള്ളൂ. മുമ്പും അങ്ങനെയുള്ളൂ, ഇപ്പോഴും അങ്ങനെയുള്ളൂ. പക്ഷേ ഈ അതായത് നിന്നെ ഈ നശിപ്പിച്ചില്ലാതാക്കി ഇരുത്തിയേക്കുന്നത് ഇത്തരം തലയ്ക്ക് വെളിവില്ലാത്ത ഈ വാട്സപ്പിലുള്ള ടീമുകളാണ്. 10, 100, 150, 200 പേരുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടല്ലോ. ആ വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് നീ എത്രയും പെട്ടെന്ന് ഒഴിഞ്ഞു പോക്കോ, നിനക്ക് മുന്നോട്ട് പോകാൻ കൂടുതൽ ഗുണമുണ്ടാവും. കുമാരെ എന്ന് നീ അടിച്ചു കളയുന്നോ നിനക്ക് മുന്നോട്ട് പോകാൻ പറ്റും. നിനക്കറിയാം നിന്റെ ജീവിതം നശിപ്പിച്ച കുമാരാണെന്നുള്ള കാര്യം. അതുകൊണ്ട് ഇമ്മാതിരി തൊലിഞ്ഞ കമൻറ്റും ഉണ്ട്. കമൻറ്റ് ഇട്ടോ, കമൻറ്റ് നിന്ന് എനിക്ക് കമൻറ്റ് ഇടുന്നത് പറയുന്നത് എനിക്ക് പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷേ എനിക്ക് ചില കാര്യങ്ങൾ ഈ വാട്സപ്പിലും ഫേസ്ബുക്കിലും പേഴ്സണലി ചിലർ അയച്ചു തരുന്ന കാണുന്നുണ്ട്. അപ്പം ഞാൻ തന്നെ വിചാരിക്കും, ഈ ചെറുക്കനെ നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയേക്കുന്ന ഊളകളാണെന്നല്ലേ കുമാരാണ്. സത്യം ഇതാണ് നമ്മൾ കുറേ കാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ അഖിൽ പറഞ്ഞുകൊണ്ട് അഖിലിനെ പൊക്കിപ്പിടിച്ച് കൊണ്ടുവരല്ല കേട്ടോ, ഒരിക്കലും അതല്ല സിറ്റുവേഷൻ. കാരണം വെച്ചാൽ നമുക്ക് അങ്ങനെ ഒരു ഇതുമില്ല. ഇന്നിപ്പോൾ റോബിൻ്റെ ഭാഗത്തുനിന്ന് ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ പോലെ വന്നതുകൊണ്ട് അതിൽ നമ്മൾ പറഞ്ഞ അതേ സംഗതി അഖിലിൻ്റെ ഭാഗത്തുനിന്ന്. ഇപ്പോൾ അഖിലിപ്പോൾ എല്ലാവരും ഇപ്പോൾ അഖിലിൻ്റെ വാക്കുകൾ ഒരുപാട് പേര് എടുക്കുന്നുണ്ടല്ലോ. ഒന്നും കൂടി പോപ്പുലറായിട്ടുള്ള വ്യക്തിയാണ്, ബിഗ് ബോസിൻ്റെ വിന്നറാണ്. അതിനൊക്കെ പുറമെ നല്ല രീതിയിൽ വ്യക്തമായിട്ടുള്ളൊരു അഭിപ്രായമുള്ളൊരു വ്യക്തിയാണ്, ഒരു നിലപാടുള്ള ഒരാളാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് ആൾ പറഞ്ഞ സംഭവങ്ങളും ഇതൊരു സംഭവം. അപ്പോൾ റോബിൻ ഈ ഗൾഫിൽ വെച്ചിട്ട് അഖിലിനോട് സംസാരിച്ചു എന്ന് പറഞ്ഞ വിഷയം കുറച്ച് കാലങ്ങൾക്ക് മുന്നേ തന്നെ എന്താണ് ആ കോൺവെർസേഷൻ എന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഫുള്ള് കേട്ടതാണ്. ഒരുപാട് പേര് നമ്മളോട് വിളിച്ച് പറയുന്നതാണ്. അതിൻ്റെ ബേസിലാണ് നമ്മൾ ഈ വീഡിയോസ് ചെയ്യുന്നത് എന്നുള്ളത് കുറച്ച് ആൾക്കാരെങ്കിലും മനസ്സിലാക്കുക. ഞാൻ പറയാൻ കാരണം വെച്ചാൽ നമ്മളെയൊക്കെ ഈ പേഴ്സണലി ആണെങ്കിലും കൂടി ഇൻസ്റ്റാഗ്രാമിലൂടെയൊക്കെ പണ്ട് ബ്രോ ചെയ്തിരുന്ന വീഡിയോസ് ഇങ്ങനെ, ഇപ്പോൾ ബ്രോ ചെയ്യുന്നത് ഇങ്ങനെ, പണ്ട് നിങ്ങളെ അങ്ങനെ ഇഷ്ടം, ഇപ്പോൾ നിങ്ങളെ ഇങ്ങനെ വെറുപ്പ്, ഇപ്പോൾ ഇഷ്ടമില്ലാതായിപ്പോയി, ഇതൊക്കെ പറയുന്നവരോടൊരു കാര്യം പറയാം. വെറുതെ നമ്മളൊന്നും പറയുന്നില്ല. അങ്ങനെ ചെയ്യുന്നവരുണ്ടായിരിക്കാം, പക്ഷെ നമ്മളതിൽ പെട്ട ആളല്ല എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് മനസ്സിലാക്കുക. വ്യൂസിന് വേണ്ടി എല്ലാ പരിപാടികളും ചെയ്യുന്ന ആളല്ല. അതുകൊണ്ടാണ് പല കേസിലും നമ്മൾ കീപ് ക്വയറ്റ് എന്നുള്ള കണ്ടീഷനിൽ മിണ്ടാതിരിക്കുന്നത്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞിട്ട്
ഏറ്റവും എന്താ പറയുക ടിപ്പ് ഓഫ് ദി ഐസ്ബർഗ് എന്ന് പറയുക. അടിയിൽ ഒരുപാട് സംഗതികൾ ഉണ്ടാകുമ്പോഴും നമ്മൾ കുറച്ച് കാര്യങ്ങളെ പറയുന്നുള്ളൂ. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ റോബിനോടുള്ള സ്നേഹം കൊണ്ടാണ്, ആരും നശിക്കരുത് എന്നുള്ളൊരു ഒരു ആഗ്രഹമുള്ളതുകൊണ്ടാണ് നമ്മളങ്ങനെ പറയുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. റോബിൻ്റെ ആ നേരത്തെ പറഞ്ഞ വീഡിയോ കാണാത്തവർക്കായിട്ട് നോക്കാം. ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, റോബിനോടായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ എളിയ അഭിപ്രായം. ഓക്കെ, പിന്നെ ഇതൊരു വിഷയം. രണ്ടാമത് അഖിൽ പറഞ്ഞിട്ടുള്ള അടുത്ത കാര്യം, കാരണം വെച്ചാൽ ബിഗ് ബോസിന് റിലേറ്റഡ് ആയിട്ട് ഇന്നലെ നടന്നിട്ടുള്ള കോൺട്രവേഴ്സിയും കാര്യങ്ങളൊക്കെ ഈ അഖിൽ പറയാതെ പറഞ്ഞൊരു സംഭവമുണ്ട്. രണ്ടാളുടെ ഏഷ്യാൻ്റെ പേര്, ഒരാളുടെ കുറച്ച് പ്രായം ചെന്ന ആളാണ്, ഇപ്പോൾ അത് ആൾ റിട്ടയർ ചെയ്യാൻ പോകണമെന്നൊക്കെ പറഞ്ഞ സമയത്ത് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും നിങ്ങൾക്കും എനിക്കും ആർക്കൊക്കെ നമ്മുടെ മനസ്സിൽ പല പേരുകളും ഒക്കെ വരുന്നുണ്ടായിരിക്കും. ഏഷ്യാനെറ്റിനെതിരെ അല്ല അഖിൽ പറയുന്നത്, ഈ വ്യക്തികൾക്കെതിരെയാണെന്നുള്ളത്. വളരെ രൂക്ഷ വിമർശനം അല്ലേ അഖിൽ. ആക്ച്വലി അഖിൽ ഈ വിമർശനം ഉന്നയിച്ച സമയത്ത് ഏറ്റവും കൂടുതൽ എല്ലാ സൈഡിൽ നിന്നും വന്നതും കമൻസും പല ആൾക്കാരും വീഡിയോ ചെയ്തിട്ടുള്ളതും എല്ലാവരും അഖിലിനിട്ട് ക്രൂശിക്കുന്നത് എന്താ വെച്ചാൽ, ക്രൂശിക്കുന്ന ഉദ്ദേശിച്ചത് കുറച്ച് പേര് പെയ്ഡ് പ്രൊപ്പഗൻഡ അല്ലെങ്കിൽ അജണ്ട പോലെ ക്രോശിക്കുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലുണ്ടായിട്ടുള്ള പോയിട്ടുള്ള എല്ലാ മത്സരാർത്ഥികളെയാണ് അഖിൽ ഉദ്ദേശിച്ചതെന്നുള്ളത്. അതിന് അഖിൽ നല്ലൊരു അടിപൊളി എക്സാമ്പിൾ ഉണ്ട്. ഇപ്പോൾ സിനിമയിൽ കാസ്റ്റിംഗ് കൗച്ച് ഉണ്ടെന്നതിന് അർത്ഥം സിനിമയിൽ അഭിനയിക്കുന്ന എല്ലാവരും ഇതിന് വഴങ്ങി കൊടുക്കുന്നവരാണെന്നാണോ? നല്ല രീതിയിലല്ലേ അയാൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത്. ഒരുപക്ഷെ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ പറഞ്ഞ് ഫലിപ്പിക്കാൻ കഴിവുള്ളവർ വളരെ വിരളായിരിക്കാം. അവരതിന് തീരുമാനിക്കും കൂടി ചെയ്തു കഴിഞ്ഞാൽ എതിര് നിൽക്കുന്ന ആൾക്കാർ മുട്ടുകുത്തുക എന്നല്ലാതെ വേറെ രക്ഷയുണ്ടായിരിക്കില്ല. പക്ഷേ പ്രോപ്പർ സപ്പോർട്ട് വേണം, പിന്നെ നല്ല രീതിയിലായിരിക്കണം. പിന്നെ പുറകുനിന്ന് വന്നിട്ട് ചതിക്കുക ഇത് ചെയ്യാന്ന് പറഞ്ഞാൽ ദാറ്റ്സ് അനദർ അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും അഖിൽ പറഞ്ഞിട്ടുള്ള ആ കാര്യങ്ങൾ ഒന്നും കൂടി നമുക്ക് ജസ്റ്റ് ഇന്നിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റിൽ വന്ന കാര്യങ്ങൾ ഞാൻ ആ ലൈവ് റീപോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കേൾക്കാത്തവർക്ക് നടുക്കുള്ള ഒരു ചെറിയ പോർഷൻ കേട്ടോ. ഇതൊന്നും ഇല്ലെങ്കിലും ഒരു സൈക്കാട്രിക് മെഡിസിൻ ഒരു പ്രശ്നങ്ങളും തലയ്ക്ക് അല്ലെങ്കിൽ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഇല്ലാത്തൊരു മനുഷ്യൻ ഇത്തരം ഡ്രഗ് കഴിച്ചാൽ സ്വാഭാവികമായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ അവന് ഈ ഡ്രഗ് കൊടുക്കാൻ പറയുന്നത് ഡോക്ടറെ കാണുന്നതിന് മുൻപ് ഡ്രഗ് കഴിക്കണമെന്നാണ് പറയുന്നത്. അതായത് എന്നിട്ട് വീട്ടിൽ വിളിച്ചിട്ടാ പറഞ്ഞത് അവന്റെ അതിനിടയ്ക്ക് ആ ചെറുപ്പക്കാരന്റെ അച്ഛന് അറ്റാക്ക് വന്നു. പുള്ളിക്ക് ഇപ്പം ബൈപ്പാസ് സർജറി ആയിട്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന ഈ സാഹചര്യത്തിൽ അവന്റെ വീട്ടുകാരെ കൊണ്ട് വിളിപ്പിക്കുകയൊന്നും ചെയ്തിട്ടില്ല. തുടക്കത്തിൽ ജാസ്മിൻ എന്തോ വിഷമം വന്നെന്നോ അച്ഛൻ എന്തോ പ്രശ്നം വന്നെന്നോ ഇപ്പം തുടക്ക സമയത്ത് തന്നെ മത്സരത്തിലോട്ട് കയറി ആദ്യത്തെ 2 ആഴ്ചക്കുള്ളിൽ തന്നെ അങ്ങനെ കണക്ട് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്ന അതേ ഷോയുടെ ആൾക്കാർ സിബിന്റെ അച്ഛൻ അറ്റാക്ക് വന്നിട്ടും അവനെ അറിയിക്കുന്നില്ല. ഇതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പണവും പെണ്ണും ഇത് രണ്ടും ഫോക്കസ് ചെയ്ത് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ. അപ്പൊ ഇവരുടെ ഇത്തരം കാര്യങ്ങൾക്കെതിരെ സംസാരിക്കുന്നത് കൊണ്ട് എനിക്ക് എന്ത് നഷ്ടം വന്നാലും അത് സഹിച്ചുകൊള്ളാം എന്ന് കരുതിയിട്ട് തന്നെയാണ് ഞാൻ ഇന്നലത്തെ ദിവസം ഞാൻ ആ ലൈവ് ചെയ്യുന്നത്. അഖിൽ പറഞ്ഞത് ജാസ്മിൻ ജാഫറിൻ്റെ അച്ഛൻ ബ്ലോക്ക് എന്ന് പറഞ്ഞ വിഷയം പറയുന്നില്ല കൂടുതൽ. കാരണം നമ്മൾ ഒരുപാട് ഇതിനെക്കുറിച്ച് സംസാരിച്ചാണ്. പിന്നെ നമുക്ക് അറിയാവുന്ന പുറത്ത് ഷെയർ ചെയ്യാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഈ ഒരു സംഭവം ഞാനൊരു വീഡിയോ ചെയ്ത് നിങ്ങൾ എത്ര പേര് കണ്ടു എന്നറിയില്ല. ഞാൻ പറഞ്ഞത് ജാസ്മിൻ ക്വിറ്റ് ചെയ്യും, അല്ലെങ്കിൽ ജാസ്മിന് പുറത്തുനിന്ന് ഇൻഫർമേഷൻ വരും എന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ പ്രശ്നം വരുന്നതിന് മുന്നേ ചില കാര്യങ്ങൾ അറിഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിട്ടാണ്, ചില കാര്യങ്ങൾ നമ്മൾ തിങ്ക് ചെയ്യുന്ന സമയത്ത്, ഒരുപാട് നമ്മൾ ഇൻവോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ആ വീഡിയോസ് ചെയ്യുന്നുള്ളത്. അപ്പോൾ നമ്മൾ ആ ഒരു കാര്യം പറഞ്ഞിട്ടേ ഉള്ളൂ. അവിടെ പണവും പെണ്ണും എത്ര മോശം. ഇപ്പോൾ അഖിൽ പറയുന്നുണ്ട് എല്ലാ സ്ത്രീകളെയും കണക്ട് ചെയ്തിട്ടാണ്. സ്വാഭാവികമായിട്ടും ആരിലേക്കാണ് ഇതൊക്കെ എയിം ചെയ്ത് പോവുക? അവരറിയുന്ന പോലും ഇല്ലല്ലോ അല്ലേ? കാരണം ഈ സീസണിൽ എന്താണ് ഈ സീസണിൽ നടക്കുന്നതെന്നുള്ളത് ഞാൻ ആരും പേര് പറയുന്നില്ല. ഈ സീസണിൽ എന്താണ് ആ സീസണിൽ നടക്കുന്നതെന്നുള്ളത് വളരെ ക്ലിയറായിട്ട് അറിയാം. എന്നിട്ട് ഒരാൾ പുറത്ത് വന്നൊരു വ്യക്തി ഇത്രയും സോളിഡ് എവിഡൻസോടുകൂടി കോൺഫിഡൻസിൽ വന്നിട്ട് ഈ കാര്യങ്ങൾ വെട്ടി തുറന്ന് പറയുക എന്ന് പറഞ്ഞ സിറ്റുവേഷനിൽ ജസ്റ്റ് ഇമാജിൻ ഇവർ ഇറങ്ങുന്ന സമയത്ത് എന്താവും ഇവരുടെ അവസ്ഥ? അതിനുള്ളിലുള്ള കണ്ടസ്റ്റൻസ് ഓരോരുത്തരെടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇനി മരവാഴകളായിട്ട് എണ്ണം തേക്കാൻ പോയ ഓരോ സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും അതല്ല, അതിനുള്ളിൽ നിന്നുകൊണ്ട് സപ്പോർട്ട് വാങ്ങി ബിഗ് ബോസ് നമ്മുടെ സ്വന്തം ആളാണെന്നുള്ള തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള, അതായത് ഇവർക്ക് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഈ വ്യക്തികൾക്ക് വേണ്ടിയിട്ടാണ് ബിഗ് ബോസ് എന്നുള്ള രീതിയിൽ കൊണ്ടുപോകുന്ന ഒരു സിറ്റുവേഷനിൽ ഇതുപോലൊരു അലിഗേഷനും വരുന്ന സമയത്ത് എത്രത്തോളമാണ് അവരുടെ എന്താ പറയുക, ജഗദീഷ് പറഞ്ഞ പോലെ ചാരിതാർത്ഥ്യം ചോദ്യം ചെയ്യപ്പെടുന്ന സിറ്റുവേഷനിൽ അവിടെ വന്നിട്ടുള്ളത്. പിന്നെ അഖിൽ പറഞ്ഞൊരു കാര്യം അഭിഷേകിൻ്റെ കേസാണ്. അതായത് അഭിഷേക് നല്ല രീതിയിൽ അഭിഷേക് അതിനുള്ളിൽ ചെന്ന് നല്ല രീതിയിലൊരു നല്ല മത്സരാർത്ഥിയായിട്ട് നമുക്ക് ഫീൽ ചെയ്തു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അയാൾ ഒന്നും ഇല്ലാതായി പോകാനുള്ള കാരണം വെച്ചാൽ അയാൾക്ക് മഞ്ഞക്കാട് കൊടുത്തിരുത്തി. ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകരുടെ ഭാഗത്തുനിന്നോ ഇത് ഒരു വീറും വൃത്തിയുള്ള ഷോ ആക്കി കൊണ്ടുപോകാനുള്ള ഒരു ഉദ്ദേശമില്ല എന്ന് മാത്രവുമല്ല,
ഒരുവിധം വൃത്തിയായി എന്ന് തോന്നിയത് ഈ വൈൽഡ് കാർഡിൽ ഇവരൊക്കെ അകത്തേക്ക് കയറിയ സമയത്ത് ചെറിയ പ്രതീക്ഷകൾ കൊടുത്ത മത്സരാർത്ഥികളെ ഒറ്റയടിക്ക് അടിച്ചില്ലാതാക്കാൻ ശ്രമിച്ചു. ഇപ്പൊ അഭിഷേക് ശ്രീകുമാർ എന്ന ചെറുപ്പക്കാരൻ അവന്റെ ആദ്യത്തെ സ്പീച്ച് കണ്ട സമയത്ത് ഞാൻ അതിന്റെ ഒരു കട്ട്സ് ഞാൻ കാണുന്ന സമയത്ത് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞത്, എന്നിലെ ഒരു ഫയറുള്ള ഒരു അഖിൽമാരാരെ അവനിൽ ഞാൻ കണ്ടു എന്നാണ്. അതായത് ഞാൻ പറയുന്നത് പോലത്തെ തമാശ പറയാനോ അല്ലെങ്കിൽ നമ്മുടെ കലാപരമായിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടോ ഇല്ലയെന്ന് എനിക്ക് അറിയില്ലെങ്കിലും ഞാൻ ചില സമയത്ത് ഫയർ ചെയ്ത് സംസാരിക്കുമ്പോൾ നമുക്ക് വരുന്ന ഒരു ആറ്റിറ്റ്യൂഡിലും അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ വരുന്ന ഒരു ബോധം, ഒരു നീതിബോധത്തിന്റെയും ഒരു ഫയർ ഞാൻ കണ്ട ഒരു ചെറുപ്പക്കാരനായിരുന്നു അഭിഷേക് ശ്രീകുമാർ എന്ന് അവന്റെ ഫസ്റ്റ് ദിവസം കണ്ടപ്പോൾ ഞാൻ 1-2 പേരെടുത്ത് ഞാനും പറഞ്ഞു, ഒരു മെയിൽ ഷോവനിസ്റ്റായ അഖിൽമാരാർ അവനിലുണ്ട എന്ന് ഞാൻ കുറച്ച് പേരെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവൻ പൊങ്ങുമെന്ന് കണ്ട ഘട്ടത്തിൽ അവനെ അടിച്ചിരുത്തി. അപ്പോൾ ഞാൻ ആരോ യെല്ലോ കാർഡെന്ന് ഏതോ എടുത്ത് ചോദിക്കുന്നത്, പിന്നെയാണ് എനിക്ക് മനസ്സിലായത് യെല്ലോ കാർഡ് കൊടുത്ത് അടിച്ചിരുത്തിയതാണ്. അപ്പം 2000 അങ്ങനെ. അപ്പൊ ഇത്തരത്തിൽ ഓരോ മത്സരാർത്ഥികളെയും ഒതുക്കി ഒരു ഷോയെ കംപ്ലീറ്റ്ലി അതിനുള്ള കാരണമൊക്കെ എനിക്കറിയാമെന്ന് ഞാൻ ഈ പറയുന്ന കേൾക്കുന്ന നിങ്ങൾ അറിഞ്ഞു. നിങ്ങൾ പ്രേക്ഷകരല്ല കേട്ടോ, പ്രേക്ഷകരല്ല, ചാനലിനെ നശിപ്പിക്കാൻ വേണ്ടി ചാനലിൽ കയറി കൂടിയിരിക്കുന്ന 2 പേർ. ഒരുത്തനെ ഏറെക്കുറെ റിട്ടയർ ആവാറായി. അത് ആരാണ് ഒരുത്തെന്നുള്ളത് അറിയില്ല, എനിക്കറിയില്ല, നമ്മൾ ആരാന്നുള്ളത് അറിയില്ല, നമുക്കത് അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷേ നമ്മൾ ഈ അഖിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വളരെ സീരിയസ് ആയിട്ട് നമ്മൾ എടുക്കുന്നു. പിന്നെ ഇപ്പോൾ അഖിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഇവർ ഈ സ്ത്രീകളെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർ ഏത് ഹോട്ടലിലേക്ക് കൊണ്ടുപോയി എന്ത് ചെയ്തു എന്നുള്ള കാര്യങ്ങൾ വരെ, അതായത് അവർ ഓൾറെഡി സെലക്ട് ചെയ്തത് 7 പേര് അടങ്ങുന്നൊരു പാനലായിട്ടുള്ള എൻ്റെ മോൾ ഷൈനും ഏഷ്യാനെറ്റും 7 പേര് അടങ്ങുന്നൊരു പാനലാണ്. ആ പാനലിലുള്ള ആൾക്കാരായിരിക്കണം ഇവർ സെലക്റ്റഡ് ആണെന്ന് അറിയിക്കാതെ, ഓൾറെഡി സെലക്റ്റഡ് ആണ്, പക്ഷെ അവരുടെ ഫേവർ അനുസരിച്ചാണ്. ബേസിക്കലി അതന്നെ, ഒരു നമ്മൾ ഫേവർ ചെയ്തിട്ടാണ് നിങ്ങളെ സെലക്ട് ചെയ്യുന്നത് അറിഞ്ഞുകൊണ്ട് അവരുടെ അടുത്ത് വേറെയുള്ള കാര്യങ്ങൾ ആവശ്യപ്പെടുക എന്ന് പറഞ്ഞാൽ, ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോ, വർഷത്തിൽ 100 ദിവസം നടക്കുന്ന ഒരു ഷോ, ഇത്രയധികം ആൾക്കാർ വളരെ സീരിയസ് ആയിട്ട് കാണുന്ന സമയം, പ്രത്യേകിച്ച് ഇതൊരു ചെറിയ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ വരുന്ന ഒരു സ്റ്റാർ സിംഗർ പോലെയല്ല, 24/7 ഇത് കണ്ടിട്ട് എത്ര പേര് സമയവും കാര്യങ്ങളും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അറിയോ. റോബിൻ, ഫോർ എക്സാമ്പിൾ റോബിൻ്റെ കേസിന്, ഡോക്ടർ റോബിന് ഏകദേശം അത്യാവശ്യം നല്ല രീതിയിൽ അമ്മമാരും വീട്ടുകാരൊക്കെ അത് കണ്ടിട്ട് ഏറ്റെടുത്തൊരു സംഭവമുണ്ട്. അപ്പോൾ അവർ മനസ്സിലേക്ക് എത്രത്തോളം എടുത്തിട്ടുണ്ട്, നമ്മൾ ആ സീൻസൊന്നും മറക്കാൻ പാടില്ല, ഓരോരുത്തരുടെ സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും. അപ്പോൾ ഈ ഒരു കാര്യം കൂടി ജസ്റ്റ് ഒന്ന് നമ്മൾ വീഡിയോയിലൂടെ പറയണം തോന്നിപ്പോയി. ഓരോ കാര്യങ്ങൾ അയാൾ സംസാരിച്ചപ്പോൾ സിബിൻ ഈ ഒരു ആക്ഷൻ കാണിച്ച കാര്യം അഖിൽ പറയുന്നുണ്ട്. അതായത് റിനോഷ് ഒരുപാട് പ്രാവശ്യം ഈ ഒരു ആക്ഷൻ നമ്മളും കണ്ടത് തന്നെയാണ്, പക്ഷെ അതൊന്നും അവിടെ ഉണ്ടായില്ല. അപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അജണ്ട ഉണ്ട്. ബിഗ് ബോസ് മലയാളം സീസൺ 6 അത് അഗെയിൻ ഒരു പ്രത്യേക വ്യക്തിനെ വിജയിപ്പിക്കുക എന്നുള്ള രീതിയിലാണ്. അത് എന്തിനാണ് വിജയിപ്പിക്കുന്നത് എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഒരു റിലേഷൻ അത് പറയുന്നില്ല, പക്ഷെ പറയാതെ പറഞ്ഞു പോവുകയാണ് അല്ലേ, നമ്മൾ അറിഞ്ഞു പോവുകയാണ് എന്തിനാണ് ആ വ്യക്തിയെ സപ്പോർട്ട് ചെയ്യുന്നത്, എന്താണ് അവിടെ നടക്കുന്നത് എന്നുള്ള സംഭവം അല്ലേ. എനിക്ക് അവരൊന്നും പറയാൻ പറ്റില്ല. ബിഗ് ബോസിൽ ഇപ്രാവശ്യം എനിക്ക് പല ആൾക്കാരും കമൻറ്റ് ബോക്സിൽ അയച്ചു ബിഗ് ബോസ് ഹൗസിൽ നടക്കുന്ന പല ഏരിയകളും പല സ്ഥലങ്ങൾ അല്ലേ, ഞാൻ പറയുന്നില്ല, പക്ഷേ ബിഗ് ബോസ് ഹൗസിലുള്ള പ്രത്യേക ഏരിയകൾ അവിടെ എന്തൊക്കെയാണ് നടക്കുന്നുണ്ടായിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സീരിയസ്ലി മാൻ എന്താണെന്നുണ്ടെങ്കിലും ഇത് എവിടേക്കാണ് കൊണ്ടെത്തുക എന്നുള്ള അറിയില്ല. ഒരു കാര്യം ഷുവറാണ്, ഇതിന് പുറകിൽ പടയൊരുക്കം ഡെഫിനറ്റ്ലി ഉണ്ടായിരിക്കും. പല ആൾക്കാർക്കും അതുകൊണ്ടുണ്ടാവാം, ചിലപ്പോൾ റിവ്യൂ ചെയ്യുന്നവർക്കും പ്രോബ്ലം ഉണ്ടാവാം, അഖിലിന് പ്രശ്നങ്ങളുണ്ടാവാം. കാരണം ഇത് ചൊറിഞ്ഞിരിക്കുന്നത് ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും ഇത് വലിയൊരു രീതിയിൽ ചൊറിഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഒരു കോർപ്പറേറ്റാണ്. അത് കോർപ്പറേറ്റുകളെ കളി എന്ന് പറയുമ്പോൾ ചിലരുടെ കേസായിരിക്കില്ല. എന്താണെന്നുണ്ടെങ്കിലും അടുത്തൊരു ടോപ്പിക്കായിട്ട് കാണാം. ടേക്ക് കെയർ.